ഹലോ ഗായ്സ്, അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലേ? ഏകദേശം ഇനി ഒരു 1 വീക്കും കൂടി ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അങ്ങനെ 2 മാസം വെക്കേഷൻ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ സ്കൂളിൽ പോകാനായിട്ട്? എന്നാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൻ്റെ ലോങ് വീഡിയോ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മസ്റ്റായിട്ട് കണ്ടിരിക്കുക ആൻഡ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ടാണ്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിനില്ലേ കഷ്ടപ്പെട്ട് ഞാൻ ഡയഗ്രാം ഒക്കെ ഇങ്ങനെ നോക്കി വരച്ചു പോകുമായിരുന്നു. അന്ന് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയതുമില്ല, ആരും എനിക്ക് പറഞ്ഞു തന്നതുമില്ല. ഇന്ന് എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് നോട്ട് ബുക്കിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സംഭവം ഉണ്ടാക്കാനായിട്ട് നല്ല സിമ്പിളാണ്. 2 A4 എടുത്തിട്ടുള്ളത്. അതിലേക്ക് നോർമൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അയൺ ബോക്സ് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള സൈസിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു എൻഡിൽ മാത്രം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതേപോലെ കീറിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് ഡയഗ്രാം കോപ്പി ചെയ്യാൻ നോട്ട് ബുക്കിൽ കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നെക്സ്റ്റ് ഐറ്റം ആണ് ഒരു ബുക്ക് റാപ്പ്. ബുക്ക് റാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോഴും ആ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ആ റാപ്പാണോ നോട്ട്ബുക്കിനും ടെക്സ്റ്റ് ബുക്കിനും ഒക്കെ യൂസ് ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റമൊന്നും വേണ്ട, നമുക്ക് അതിനൊരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുക്കാം. ഈ ഒരു ബ്രൗൺ പൊതിയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞു കുഞ്ഞ് ഇതേപോലത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. ഒരു ബ്രൗൺ റാപ്പ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് A5 സൈസിലുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ A4 എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ട്ബുക്സിൻ്റെ പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു കവറിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോട്ട്ബുക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ സ്റ്റാപ്ലർ ഇതേപോലെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ഭാഗത്ത് മാത്രം നമുക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആ കട്ടിയുള്ള ആ ഒരു കവറിങ് ഞാൻ ഗമ്മ് തേച്ചിട്ട് ഒട്ടിക്കുക ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനി ബുക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് കവറിങ് ആയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റാപ്പാണ് കേട്ടോ എടുക്കുന്നത്. ആ ഒരു റാപ്പിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നോർമലായിട്ട് നോട്ട്ബുക്ക് പൊതിയുന്ന പോലെ തന്നെ പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ഈ പിക്ചേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയോ സ്ട്രോബെറിയോ അല്ലെങ്കിൽ സണ്ണോ തുളിപ്സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ഒരു വെറൈറ്റി ഉണ്ടാവും താനും, എന്നാൽ നല്ല അഫോർഡബിൾ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഓരോ പേജസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടാനായിട്ട്. ഫൈനലി ബുക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് പേപ്പർ ക്ലിപ്സ് ആണ്. ഒരുപാട് പേപ്പറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്ന് അടക്കി ഒതുക്കി വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ പേപ്പർ ക്ലിപ്സ്. ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. ഒരു സ്റ്റിക്ക് 2ആയിട്ട് മടക്കി ഒടിച്ച് എടുക്കുക. പിന്നെ കുറച്ച് കട്ടിയിൽ ഒരു പേപ്പർ ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ 2ആയിട്ട് മടക്കി ഈ 2 പീസിൻ്റെ ഇടയിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. സംഭവം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു റെഡിമെയ്ഡ് പേപ്പർ ക്ലിപ്പിൻ്റെ അതേ ലുക്കും കിട്ടും, അതേ വർക്കിങ്ങും ആണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ? അപ്പോൾ ഏകദേശം ഒരു 3 പേപ്പർ ക്ലിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു റബ്ബർ ബാൻഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് നല്ല ക്യൂട്ടായിട്ട് കിട്ടും. സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നവരാണോ നിങ്ങൾ? മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവുക, നാളത്തേക്ക് ചെയ്യേണ്ട വർക്ക്സ് മറന്നു പോവുക, വീട്ടിലെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് മറന്നു പോവുക. അങ്ങനെ മറവിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാം. ഒരു പോക്കറ്റ് നോട്ട്ബുക്ക് നോർമലി A4 ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എന്തെങ്കിലും ഒരു പ്രിന്റ് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഞാനൊരു ക്ലൗഡ് തീമിൽ ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇഷ്ടമുള്ള സൈസിൽ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോട്ട്ബുക്കില്ലേ, അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു മിനി സൈസാണ്. അതായത് പോക്കറ്റിലൊക്കെ കൊള്ളുന്ന പോലത്തെ ഒരു നോട്ട്ബുക്ക്. പ്രോസസ്സൊക്കെ സെയിം ആണ്. ഗമ്മ് തേക്കുന്നു, ഉണക്കുന്നു, ഇതേപോലെ കീറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിനൊരു കവറിങ്ങിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതേപോലത്തെ ഒരു ഷേപ്പ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോക്കറ്റ് നോട്ട്ബുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ക്ലോസിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെ ക്ലോസ് ചെയ്യാനായിട്ട് വേറൊരു സാധനം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കുക.
ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം പെൻ ഹോൾഡർ ആണ്. ഒരു ടേബിളിൽ ഒരു പെൻ ഹോൾഡർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ കറങ്ങുന്ന ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ഒരു 4 സർക്കിൾസ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിനെ ഒന്ന് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക, കുറച്ച് കട്ടി കിട്ടാനായിട്ട്. പിന്നെ ആ ഒരു കറക്കത്തിൻ്റെ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. 2 സർക്കിൾസിനെയും ഇതേപോലെ ആ കമ്പിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ആ അറ്റവും ഈ അറ്റവും ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്കത്തിൻ്റെ ആ ഒരു മെക്കാനിസമായി. ബാക്കി പാർട്ടീഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറച്ച് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്, ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന രീതിയിലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ആ സർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേറൊരു കാർഡ്ബോർഡും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെൻ ഹോൾഡറായി. പിന്നെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുക, ടേബിളിൽ വെക്കുക. അടിപൊളിയായിരിക്കും കാണാനായിട്ട്, പിന്നെ നല്ല യൂസ്ഫുള്ളും ആയിരിക്കും. ടേബിൾ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ പെൻ ഹോൾഡേഴ്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കുറച്ചും കൂടെ മിനി സൈസിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. സംഭവം സ്റ്റിക്കി നോട്ടിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, ബട്ട് നമ്മൾ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീല് അത് വേറെ തന്നെ ആയിരിക്കും. A4 എടുക്കുക, കുഞ്ഞു കുഞ്ഞായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ ഈ കാണുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ സ്ലിപ്പിൻ്റെയും അടിഭാഗത്ത് എന്തെങ്കിലും ഒരു പിക്ചറോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടോ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കട്ട് ചെയ്യുക, ഫെവിക്കോൾ ഒട്ടിക്കുക, പിന്നെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് കീറിച്ചെടുക്കാനായിട്ട് പറ്റും. എന്തായാലും ജൂൺ 1 തൊട്ട് നന്നാവണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും കുറച്ച് പേരെങ്കിലും. അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാം, ഒരു പ്ലാനർ ഇല്ലാതെ എന്ത് നന്നാവലാണല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്ലാനർ ഉണ്ടാക്കാം. ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്, ഇതേപോലെയൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. പിന്നെ പിൻട്രസ്റ്റ് നോക്കി കോപ്പി അടിച്ച് ഞാനൊരു ടെംപ്ലേറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒന്നും കൂടെ കട്ട് ചെയ്യുക. പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ ചാർട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ എഴുതിയത് മായ്ച്ച് പിന്നെ എഴുതാനായിട്ട് പറ്റും. എഴുതാനായിട്ട് മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ചോ യൂസ് ചെയ്യുക, ജെൽ പെന്നും യൂസ് ചെയ്യാം. നോർമൽ പെന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, മായൂന്ന് എനിക്കറിയില്ല. പിന്നെ ഇച്ചിരി പ്ലെയിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വൈറ്റ് പെയിന്റിൽ ഇങ്ങനത്തെ കുറച്ച് ഡിസൈനും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ടൈം ടേബിൾ ഇല്ലാതെ എന്ത് സ്കൂൾ ഓപ്പണിംഗ് അല്ലേ. അപ്പോൾ നമുക്കൊരു ടൈം ടേബിളിൻ്റെ ടെംപ്ലേറ്റ് നോക്കാം. എന്തായാലും ഒരു 1 വീക്ക് ഒക്കെ എടുക്കും നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ടൈം ടേബിളിൻ്റെ ടെംപ്ലേറ്റ് കാണിച്ചു തരാം. ഇതേപോലത്തെ കുറച്ച് കോളംസും റോസും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡോട്ടഡ് ലൈനിനാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ബ്ലൂ കളർ പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ടെംപ്ലേറ്റ് ആണ്. പിന്നെ കുറച്ച് കട്ട് കിട്ടാനായിട്ട് കാർഡ്ബോർഡിലും കൂടെ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഏകദേശം 2-3 ടൈം ടേബിളൊക്കെ എനിക്ക് മാറി കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് മാറി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ പുറത്ത് എഴുതി കൊടുത്താൽ മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ നോക്കുക. ഇനി ഒരു മെമോ പാഡ് ട്രൈ നോക്കാം. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റമാണ്. പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനായിട്ടാണ് നോർമലി മെമോ പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന ടൈമിൽ എന്തെങ്കിലും നോട്ട്സോ ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് മെമോ പാഡ് യൂസ് ചെയ്യാം. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു A4 എടുക്കുക, 4 മടക്കി കൊടുക്കുക. ആ ഒരു സൈസിൽ കുറച്ചധികം പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത A4 എന്തെങ്കിലും പാറ്റേൺസും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. പിന്നെ പേപ്പേഴ്സ് എല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുക. പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്, മണി ബോക്സ്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് മണി ബോക്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഇച്ചിരി സേവിങ്സ് ഒക്കെ നല്ലതാണെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ബസ്സിന് തരുന്ന കാശൊക്കെ ഇച്ചിരി കൂട്ടി വെച്ച് ഇതേപോലെ ഒരു സേവിങ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ വാങ്ങാം. ഇനി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ പാരൻസും വാങ്ങി തരണമെന്നില്ല. അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സേവിങ്സ് യൂസ്ഫുൾ ആവും. അങ്ങനെ വലിയ എമൗണ്ട് ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ള ഡെയിലി 1 രൂപയോ 2 രൂപയൊക്കെ വെച്ച് സേവ് ചെയ്താൽ തന്നെ
മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയുള്ള വർഷമെങ്കിലും ഒരു സേവിങ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ അത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടാക്കി നോക്കുക. സ്കൂൾ തുറക്കാൻ ഇനി അധിക ദിവസമൊന്നുമില്ല. സോ ഇഷ്ടമായതൊക്കെ വേഗം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.